ഗുരുഭ്യോ നമ. സമൃദ്ധിയുടെ ഒരു പൊന്നിൻ വിഷുക്കാലം കൂടി നമുക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഗൃഹാതുരതയുടെ ചൂടിനെ ശമിപ്പിക്കാൻ പ്രവാസികൾക്ക് എപ്പോഴും കൂട്ടായ്മകളുടെ, ആഘോഷങ്ങളുടെ സുഖശീതളമ തന്നെയാണ്. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പൊൻകണി 24ലേക്കും ഒപ്പം അഞ്ജലി മാഗസിന്റെ വിഷു പതിപ്പായ കർണികാരത്തിന്റെ പ്രകാശന ചടങ്ങിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രാർത്ഥനാ ഗാനത്തിലൂടെ നമുക്ക് തുടങ്ങാം. നമ്മുടെ KHNAയുടെ ലോലി ആൻഡ് പോപ്പിന്റെ കുടുംബാംഗമായ കൊച്ചു കൂട്ടുകാരി അമൃത കിഷൻ ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നത്. അമൃത കിഷൻ, സ്വാഗതം. നമസ്തേ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ശാന്തി ശാന്തി ശാന്തി. നന്ദി മോളെ. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ശ്രീ മധു ബാലകൃഷ്ണനാണ്. അദ്ദേഹം നാട്ടിൽ നിന്ന് ഉടൻ തന്നെ നമ്മളോടൊപ്പം ചേരും. നമുക്ക് എല്ലാവരെയും സ്വാഗതം ആശംസിക്കാനായി നമ്മുടെ പൊൻകണി 24ന്റെ അമരക്കാരനും KHNA ഗവേണിംഗ് ബോഡി മെമ്പറുമായ ശ്രീ ഗണേഷ് ഗോപാല പണിക്കരെ ക്ഷണിക്കാം. ഗണേഷ് ജി. നമസ്തേ. നിങ്ങൾക്ക് എല്ലാവർക്കും KHNAയുടെ വിഷു പൊൻകണിയിലേക്ക് സ്വാഗതം. ഇന്ന് പൊൻകണിയുടെ മുഖ്യാതിഥിയായി വന്നിരിക്കുന്നത് തെന്നിന്ത്യൻ സംഗീത ലോകത്തെ കഴിഞ്ഞ 25 വർഷത്തോളം നിറസാന്നിധ്യമായ, പ്രത്യേകിച്ച് ഒരു മുഖവരയുടെ ആവശ്യമില്ലാത്ത ശ്രീ മധു ബാലകൃഷ്ണനാണ്. സിനിമാ ഗാനമായും ഭക്തിഗാനമായും 10,000-ൽ പരം ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ശ്രീ മധു ബാലകൃഷ്ണന് കേരള, തമിഴ്നാട് സർക്കാരുകൾ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ഈ അവാർഡുകൾ കൂടാതെ തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി, ഏഷ്യാനെറ്റ് ടെലിവിഷൻ ബെസ്റ്റ് സിംഗർ അവാർഡ് ഫോർ ബെസ്റ്റ് സിംഗർ, മെയിൽ സിംഗർ എന്ന് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അത്യാവശ്യമായി മറ്റൊരു സ്ഥലത്ത് എത്തേണ്ടത് കൊണ്ട് ശ്രീ മധുവിന് പ്രതീക്ഷിച്ചാലും അല്പം നേരത്തെ പോകേണ്ടതുണ്ട്. ആയതിനാൽ ശ്രീ മധു ബാലകൃഷ്ണനെ KHNA കുടുംബാംഗങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാനും ഒരു ഗാനം ആലപിക്കുവാനുമായിട്ടും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ മധു ബാലകൃഷ്ണൻ. മധു കേറിയില്ല കേട്ടോ. മധു കേറുമ്പോ നമുക്ക് മധുവിനെ വിളിക്കാം. ബാക്കി പരിപാടി നടക്കട്ടെ. ഓക്കെ. നമുക്ക് മറ്റുള്ളവരിലേക്കുള്ള സ്വാഗതം കംപ്ലീറ്റ് ചെയ്തോളൂ ഗണേശൻ. ഓക്കെ. ഇന്ന് നമ്മള് അഞ്ജലിയുടെ വിഷു പതിപ്പായ കർണികാരത്തിന്റെ പ്രകാശനവും മറ്റ് കലാപരിപാടികളും അടക്കം ഏകദേശം 1 മണിക്കൂർ ഉള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനാൽ മുൻപായി KHNAയുടെ അമരക്കാരിയായ പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ളയെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ട്രസ്റ്റി, ഡയറക്ടർ, ബോർഡ് മെമ്പേഴ്സ്,
അതിലുപരി ഇന്ന് നമുക്കറിയാം ഈ വാരാന്ത്യം പല സ്ഥലങ്ങളിലും നമ്മുടെ വിഷുവിന്റെ ഓരോ പ്രോഗ്രാമുകൾ നടക്കുകയാണ്. ആ തിരക്കിനിടയിലും നമ്മളോടൊപ്പം വന്നു ചേർന്നിട്ടുള്ള KHNA കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾ എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. KHNAയുടെ പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ളയോട് 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. പ്രിയ KHNA കുടുംബാംഗങ്ങളെ, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും ഓണവും വിഷുവും എന്ന് പറയുന്ന ഒരു സ്വഭാവമാണുള്ളത്. ഓണം എന്ന ഭാഗവത കഥയെ കുറച്ചൊക്കെ മലയാളീകരിച്ച് മലയാളിയുടെ സ്വന്തമായിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിലും വിഷു അല്ലെങ്കിൽ സ്പ്രിംഗ് ഫെസ്റ്റിവൽ അങ്ങനെ നമ്മുടെ സ്വന്തമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സാർവലൗകികമാണ് വിഷു അല്ലെങ്കിൽ സ്പ്രിംഗ് ഫെസ്റ്റിവൽ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും അവർക്കറിയാം ഈസ്റ്ററും പാസ് ഓവറും ബിഹുവും വൈശാഖിയും ഒക്കെ ഈ സമയത്ത് തന്നെ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് സ്പ്രിംഗ് ഫെസ്റ്റിവൽ കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയിലെ മാത്രമല്ല, സാർവലൗകികമായ ഒരു ആഘോഷമാണ്. തികച്ചും ജോഗ്രാഫിക്കലായിട്ടുള്ള ഒരു പ്രതിഭാസത്തെ, സൂര്യന്റെ ഒരു മാറ്റത്തെ, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഇക്വിനോക്സ്, രാവും പകലും തുല്യമായിട്ട് വരുന്ന ഒരു ദിവസം, വിഷുവത്ത് അല്ലെങ്കിൽ വിഷുവം എന്ന് പറയുന്ന ആ ദിവസം, അതിനെ ഭൂമിയുടെ ജന്മദിനമായിട്ട് കരുതി നമ്മൾ ഭൂമിക്ക്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എർത്ത് ഡേ ആഘോഷിക്കുന്ന ഇപ്പോഴൊക്കെ കുട്ടികൾ അത് പറയാറുണ്ട്. അപ്പൊ പഴയ കാലത്തെ എർത്ത് ഡേ ആയിരുന്നു ശരിക്കും വിഷു. പക്ഷെ അത് ഭൂമിയുടെ ജന്മദിനമാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഭൂമിയുടെ ജന്മദിനമാണെന്ന് പറയുന്നു എന്ന് മക്കളെങ്കിലും അറിയണം. ഭൂമി വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് അറൌണ്ട് ദ സൺ, ആ റൊട്ടേഷൻ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. ആൻഡ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓൺ ദ എർത്ത്സ് റെവല്യൂഷണറി ഓർബിറ്റ് is called Alpha Aries point. അങ്ങനെ ഭൂമി ആൽഫ ഏരീസ് പോയിന്റിൽ നിന്ന് അതിന്റെ യാത്ര തുടങ്ങുന്ന ദിവസമാണ് വിഷു. അതുകൊണ്ടാണ് അത് ഭൂമിയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നത്. അത്രയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇനി മലയാളിയുടെ സ്പ്രിംഗ് ഫെസ്റ്റിവലിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ കാര്യത്തിലും സൗന്ദര്യം കാണാനുള്ള കഴിവാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഇന്നിപ്പോൾ ഇവിടെ കർണികാരം എന്ന് പേരിട്ട് നമ്മളൊരു മാഗസിൻ റിലീസ് ചെയ്യുന്നു. ആ മഞ്ഞപ്പട്ടിനോടും മഞ്ഞപ്പൂവിനോടും ഭഗവാന്റെ അരിഞ്ഞാണത്തോടും ഒക്കെ അതിനെ ചേർത്ത് കെട്ടി ഇതിനൊക്കെ ഒരുപാട് സൗന്ദര്യം ഉണ്ടാക്കാൻ മലയാളിക്ക് മാത്രം സാധിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് സത്യത്തിൽ വിഷുവിനെ വേറിട്ട് നിർത്തുന്നത്. ഭഗവാൻ അരിഞ്ഞാണ ഊരി പിന്നെ കണിക്കൊന്നയിലേക്ക് ഇട്ടെന്നും കണിക്കൊന്ന പൂത്തുന്നും ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ലേ എന്നൊരു പൂവിനെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ, അവിടെയൊക്കെയാണ് മലയാളിയുടെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ വേറിട്ട് നിൽക്കുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് വിഷുക്കണി ദർശനത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. 1000 മെസ്സേജസ് ഉൾക്കൊള്ളുന്ന ഒരു കണി ദർശനം. അപ്പൊ കാണുന്നതെല്ലാം സുന്ദരമാവട്ടെ. എല്ലാ കാഴ്ചകൾക്കും ഈ വിഷു പോലെ തന്നെ നമുക്കൊരു സമഭാവന ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ആ സമഭാവന നമ്മുടെ മനസ്സിൽ നിന്ന് നിറഞ്ഞു തുളുമ്പി ഈ സമൂഹത്തിലേക്കും നമ്മളൊക്കെ ഇരിക്കുന്ന ഈ കുടുംബത്തിലേക്കും KHNA എന്ന ഫാമിലിയിലേക്കും വരട്ടെ. അങ്ങനെ ഒരു സമഭാവന നമ്മുടെ എല്ലാ കാഴ്ചകൾക്കും കാഴ്ചപ്പാടുകൾക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും KHNA കുടുംബം ഒരുപാട് വളരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഈ വിഷുക്കാലം ഒരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യസമ്പൂർണമായ ഒരു പുതുവർഷവും വിഷുവും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വളരെ നന്ദി നിശ്ചയിച്ചി. അത്രയും നല്ല ഒരു ശാസ്ത്രീയമായ ഒരു എക്സ്പ്ലനേഷൻ കൂടി നമുക്ക് നൽകി. വളരെ നല്ല രീതിയിലുള്ള ഒരു ചെറിയ വിഷുവാശംസ, നമുക്ക് ഒരു ഉദ്ഘാടന പ്രസംഗവും വിഷുവാശംസയും എല്ലാം കൂടി ചേർന്ന് നമുക്ക് ഇന്ന് ലഭിച്ചു. വളരെ നന്ദി. നമുക്ക് ഇനി ഒരു ചെറിയ ഒരു വിഷുക്കണി വീഡിയോയിലേക്ക് ഒന്ന് പോകാം. സുരേഷ്, വിഷുക്കണി. വളരെ നന്ദി സുരേഷ് ജി. നമുക്ക് നല്ല ഒരു വിഷുക്കണി കൂടി നമ്മൾ നേരത്തെ തന്നെ, വിഷുവിന് മുമ്പ് തന്നെ നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് അടുത്തതായിട്ട്
ഇനിയുള്ള ചടങ്ങെന്ന് പറയുന്നത് നമ്മുടെ അഞ്ജലി മാഗസിന്റെ വിഷു പതിപ്പ് അതിന്റെ പ്രകാശനമാണ്. ഈ ഒരു അഞ്ജലി മാഗസിന്റെ വിഷു പതിപ്പ് ഇവിടെ എത്തിക്കാൻ വേണ്ടി ഏറ്റവും അധികം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച അഞ്ജലി ചെയർ ശ്രീമതി അനഘയെ ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ അഞ്ജലി ടീമിന്റെ പേരിൽ ചെന്നൈയിലെ ഓരോ കുടുംബാംഗങ്ങൾക്കും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുകയാണ്. ഇന്ന് നാളെ ഈ സമയത്ത് നമ്മളെല്ലാവരും ഒരു കണി ഒരുക്കാനുള്ള തിരക്കിലായിരിക്കും. ആ കണിയിലേക്ക് ഞങ്ങൾ അക്ഷരക്കൂട്ടുകളുടെ ഒരു കണിയായിട്ടാണ് അഞ്ജലി ടീം ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. വിഷു പക്ഷിയെ വരവേൽക്കാൻ കൊന്ന പൂത്തുലയുമ്പോൾ അഞ്ജലിയുടെ കർണികാരം പൂത്തൊലിയുന്നത് അക്ഷരങ്ങളാലാണ്. അത് ഞങ്ങൾ അഭിമാനപൂർവ്വം തന്നെയാണ് അത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് ഇന്ന്. അഞ്ജലി എന്ന് പറയുന്നത് 25 വർഷത്തിന്റെ യുവത്വത്തിൽ നിൽക്കുന്ന KHNA. അത് ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കുടുംബം എന്നതിനേക്കാൾ കൂടുതൽ വടക്കേ അമേരിക്കയിലെ ഹിന്ദുക്കളുടെ തറവാട്, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഇവിടെ ഒരുപാട് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, പരസ്പരം അറിവുകളുണ്ട്, ധാരണകളുണ്ട്, കുറച്ച് പരിഭവങ്ങളും പിണക്കങ്ങളുമുണ്ട്. എല്ലാം കഴിഞ്ഞ് ഒരു കൂട്ടുകൂടി നമ്മൾ ഇറങ്ങുമ്പോൾ ഇനിയും കാണാം എന്ന് പറഞ്ഞ ഒരു മനസ്സുണ്ട്. ആ മനസ്സുകളുടെ കൂട്ടായ്മയായ KHNAയുടെ അഹങ്കാരമാണ് ഈ അഞ്ജലി. അങ്ങനെ പറയാനുള്ള കാരണം, എന്തൊക്കെ മാറുമ്പോഴും, ആളുകൾ മാറണു, പ്രസിഡന്റ് മാറണു, കാലം മാറുന്നു, ഇതൊക്കെ ആകുമ്പോഴും ഈ അഞ്ജലി മാഗസീനെ എല്ലാ വർഷവും നമ്മൾ അഭിമാനത്തോടുകൂടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന്റെ ഇത്തവണത്തെ നമ്മുടെ കൺവെൻഷൻ ടീമായ വിരാട് 25ന്റെ വിഷു എഡിഷൻ ആണ് കർണികാരം. ആ കർണികാരത്തിനെ നിങ്ങളുടെ മുന്നിൽ ഇത്രയും ഭംഗിയായിട്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. അത് എത്തിക്കാൻ പ്രയത്നിച്ച ഒരു കൂട്ടം ആളുകൾ ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അവരെ അഭിമാനപൂർവ്വം നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് സന്തോഷമാണ്. ആദ്യം തന്നെ ഞാൻ ജയപ്രകാശ് ചേട്ടനിൽ നിന്ന് തുടങ്ങാം. ഞങ്ങളെല്ലാം JP ചേട്ടൻ എന്ന് വിളിക്കുന്ന ജയപ്രകാശ് ചേട്ടൻ ന്യൂയോർക്കിൽ നിന്നാണ്. അനിത ചേച്ചി, അനിത പണിക്കർ ഫ്രം കാലിഫോർണിയ. പിന്നെ നമ്മുടെ ആങ്കർ ആയിട്ടുള്ള അനുപമ ശ്രീജേഷ്, ഷീസ് ഫ്രം അരിസോണ. ദേവിദാസ് ഫ്രം ജോർജിയ. പ്രമോദ് പൊന്നപ്പൻ ഫ്രം ഒഹായോ. ഇത്രയും പേരാണ് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഒരു ഗുരുസ്ഥാനത്ത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരാനായിട്ട് സീസൺഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആയ ശ്രീകുമാർ ചേട്ടനും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നന്ദി, സ്നേഹം. നമ്മുടെ ഈ കമ്മിറ്റിയുടെ ഭാഗമല്ലാതെ ഒരുപാട് നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ആഗ്രഹിക്കാതെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട്. എനിക്ക് ക്ലോസ് ടു മൈ ഹാർട്ടാണ്. ഉമ ചേച്ചി, ഷിക്കാഗോ. കുത്ത്, കോമ, സ്പേസ്, പാരഗ്രാഫ് എന്ന് പറഞ്ഞ് എത്ര വോയിസ് മെസ്സേജ് ആണ്, എത്ര PDF ആണ് കറക്ഷൻ ചെയ്തിട്ട് എനിക്ക് അയച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞോ എന്ന് പോലും എനിക്കറിയില്ല. ഉമ ചേച്ചിക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കാൻ ഈ അവസരം എടുക്കുകയാണ്. ഇതുകൂടാതെ ഇതിന്റെ കവർ ഡിസൈൻ നിങ്ങളൊക്കെ കണ്ടു കാണും, ന്യൂസിലൊക്കെ വന്നു കാണും. ആ കവർ ഡിസൈൻ ചെയ്തത് ഇന്നതാണ് തീം എന്ന് നമ്മൾ ആരും അറിയിച്ചിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. കോയിൻസിഡന്റ്ലി മാഗസീനിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്ന ഒരു ഫോട്ടോ, ഒരു ചിത്രമാണ്. അത് വരച്ചത് നീത നായരാണ്. ഇവിടെ നിന്നുള്ള നമ്മുടെ ഫ്ലോറിഡയിൽ നിന്ന് തന്നെയാണ്, എൻ്റെ ഫ്രണ്ടാണ്. അത് നീതയ്ക്കും നന്ദി അറിയിക്കുകയാണ്. ഇതുകൂടാതെ ഇതിന്റെ കണ്ടന്റ്, കർണികാരം എന്നുള്ള നമ്മുടെ മാഗസീന്റെ കണ്ടന്റ് ഞങ്ങൾക്ക് അയച്ചു തന്ന ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളുണ്ട്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്, KHNAയുടെ ഭാരവാഹികളുണ്ട്, മുൻ ഭാരവാഹികളുണ്ട്. എല്ലാവർക്കും ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടി അഞ്ജലി ടീമിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇത് കൂടാതെ ഞാൻ ഒരാളുടെ പേര് പറഞ്ഞില്ല, അത് പറയാനുള്ള സമയമാണ് ഇപ്പം. നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കൈനീട്ടമായിട്ട് അഞ്ജലി എന്ന കർണികാരം കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്കും ഒരാൾ ഒരു കൈനീട്ടം തന്നു. ആ കൈനീട്ടം എന്താന്നുള്ളത് ഞാൻ പറയാം. തന്ന ആളെ പറ്റി ഞാൻ പറയട്ടെ. അത് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നിഷ ചേച്ചിയാണ്, KHNAയുടെ പ്രസിഡന്റ്. ചേച്ചി അത് എപ്പോ മെസ്സേജ് അയച്ചാലും എനിക്കറിയില്ല എങ്ങനെയാണ് സാധിക്കണേന്ന്. ഞാൻ ഇതുവരെ കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ അയ്യോ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ചേച്ചിയുടെ മറുപടി ഉണ്ടാവും. ഉറങ്ങണതിന് മുന്നേ ഇട്ട മെസ്സേജ് ആണെങ്കിലും രാവിലെ ആകുമ്പോഴേക്കും അവിടെ റിപ്ലൈ ഉണ്ടാവും ചേച്ചിയുടെ. അതുകൂടാതെ ഞങ്ങളുടെ ഈ പ്രോസസ്, ഈ കർണികാരത്തിന് ഷേപ്പിംഗ് പ്രോസസ്സിൽ മുഴുവനും ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ തെറ്റുതിരുത്താനും ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്നേഹത്തിന്
നന്ദി. ചേച്ചിയുടെ സപ്പോർട്ടിന് വളരെ നന്ദി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ കൈനീട്ടം എന്ന് പറയുന്നത് ഇത് പ്രകാശനം ഔദ്യോഗികമായിട്ട് പ്രകാശനം ചെയ്യാൻ ചേച്ചി മുന്നോട്ട് വെച്ച് തന്ന ആള് തന്നെയാണ് അഖിൽ മാരാർ. അദ്ദേഹം ഒരു ഡയറക്ടറാണ്, റൈറ്ററാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട ഷോ ആയ ബിഗ് ബോസിലൂടെ വിജയയായ കേരളത്തിന്റെ ആളുകളുടെ മനസ്സിൽ കയറി സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരാളാണ് അഖിൽ മാരാർ. അദ്ദേഹം നല്ല ഒരു സ്പീക്കർ കൂടിയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് പേഴ്സണൽ കാര്യം കൊണ്ട് ഇവിടെ നേരിട്ട് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. ആ മെസ്സേജ് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒഫീഷ്യലായിട്ട് കർണികാരത്തിന്റെ പ്രകാശനത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. നന്ദി. നന്ദി അനഘ. നമുക്ക് ശ്രീ അഖിൽ മാരാറിന്റെ ഒരു വീഡിയോ മെസ്സേജിലേക്ക് കടക്കാം. ആരാ ഷെയർ ചെയ്യണേ? സുരേഷ് ജി. ഷെയർ ചെയ്യണേ. അദ്ദേഹം കുറച്ച് തിരക്കുകളിൽ പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് നേരിട്ട് എത്താൻ സാധിക്കാഞ്ഞത്. KHNയുടെ പ്രിയമുള്ള അംഗങ്ങളെ, നിങ്ങൾക്കൊരായിരം സ്നേഹം ആദ്യമേ അറിയിച്ചുകൊണ്ട് ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, 12-ാം തീയതി എന്നുള്ള അമേരിക്കൻ സമയമാണ്. അമേരിക്കൻ സമയം അല്ല ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ഇന്ത്യയിലെ 12-ാം തീയതി ആയിരുന്നു ശ്രദ്ധിച്ചത്. അതുകൊണ്ടായിരുന്നു ഡോക്ടർ നിഷ ഈ ഒരു പ്രോഗ്രാമിൽ ഭാഗമാകണമെന്ന് പറഞ്ഞ സമയത്ത് ഭാഗമാകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ 13-ാം തീയതി മോർണിംഗിന് എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം എനിക്ക് IPL-ലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്റ്റുഡിയോയിൽ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ മുംബൈയിലായിരിക്കും. തിരക്കായതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിൽ നേരിട്ട് നിങ്ങളുമായി സംവദിക്കാൻ കഴിയാതെ പോയത്. അപ്പോൾ അതിനുള്ളൊരു ക്ഷമ പറഞ്ഞുകൊണ്ട് നമ്മുടെ KHNയുടെ മാഗസീനായ കർണികാരം, വിഷു മാഗസീനായ കർണികാരം ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ വീഡിയോയിലൂടെ അത് റിലീസ് ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വരുന്ന വിഷു അല്ലെങ്കിൽ ഓരോ വിഷുക്കാലവും മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകളുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ കാലമാണ്. പ്രത്യേകിച്ച് നമ്മളെ കാർഷിക വിളകളും കൃഷിയെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. പലപ്പോഴും നമ്മൾ മലയാളികൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. ഞാൻ ഇന്ന് രാവിലെ കൂടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയായിരുന്നു, ഉൽപാദന രംഗം നമ്മൾക്ക് മെച്ചപ്പെടുന്നില്ല. അപ്പോൾ ഉൽപാദന രംഗം മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കാർഷിക രംഗം മെച്ചപ്പെടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഈ വിഷു കാർഷിക രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകളായി മാറണമെങ്കിൽ മറ്റു തരം ആഘോഷങ്ങളും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്, വരും തലമുറ ഒരു നെല്ല് കണ്ടാൽ അത്ഭുതത്തോടു കൂടി ഇതെന്താണ് എന്ന് ചോദിക്കുന്ന ഒരു കാലം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു പുതു തലമുറയെ നമ്മൾക്ക് സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കാർഷിക രംഗം മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് കൂടി ആകണം എന്നതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൽ നിന്ന് 1000 ആശംസകൾ അറിയിക്കുകയാണ്. പലപ്പോഴും ഈ നാടിൻ്റെ നന്മയും നാടിൻ്റെ സൗകുമാര്യവും നാടിൻ്റെ ഭംഗിയും നമ്മുടെ ഓരോ ആഘോഷങ്ങളും ഒക്കെ തന്നെ കേരളത്തിൽ ജീവിക്കുന്നവരെക്കാട്ടിയും ഹൃദയത്തിൽ നിന്ന് ആഘോഷിക്കുന്നത് പലപ്പോഴും പ്രവാസികളാണ്. നിങ്ങളുടെ ഉള്ളിലാണ് ആഗ്രഹാതുരതയും ആ ഒരു സ്നേഹവും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളെക്കാൾ അതിഗംഭീരമായി തന്നെ നിങ്ങൾ വിഷുവൊക്കെ ആഘോഷിക്കും, അല്ലെങ്കിൽ ഓണമൊക്കെ ആഘോഷിക്കുമെന്നറിയാം.
അപ്പോൾ അതിഗംഭീരമായി തന്നെ ആഘോഷങ്ങളിലൊക്കെ തന്നെ ഞാനും ഭാഗമാകാൻ കഴിയട്ടെ. എപ്പോഴെങ്കിലും അമേരിക്കയിൽ വരാൻ കഴിയുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ഒരുമിച്ച് ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമാകാൻ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. വളരെ നന്ദി. ശരിക്കും നമ്മുടെ ഒപ്പം നിന്ന് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് വേണ്ടി അദ്ദേഹം ആ ഒരു വീഡിയോ സന്ദേശം അയച്ചത്. അഖിലിന് ടൈമിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഇന്ന് രാവിലെ പുള്ളി ബോംബെ ഫ്ലൈറ്റിലാണ് സത്യം പറഞ്ഞാൽ ഈ സമയത്ത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് കയറാം എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ 7 മണിക്കുള്ള ഫ്ലൈറ്റിന് ഓഫ് കോഴ്സ് ഹി ഹാഡ് ടു ബോർഡ് ബിഫോർ. അപ്പോൾ ഒരു മെസ്സേജ് അയച്ചു, ഇനിയിപ്പോൾ വീഡിയോ പ്ലേ ചെയ്തോളൂ, ഞാൻ ബോർഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എയർപോർട്ടിൽ നിന്നാണെങ്കിലും കയറാൻ നോക്കാം ചേച്ചി എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഐ തിങ്ക് അത് നടന്നില്ല. എനിവേ, കർണികാരൻ റിലീസ്, കർണികാരം ഒന്ന് കാണിച്ചേട്ടെ എല്ലാരെയും. അത് സുരേഷ്, നമുക്ക് ആ പിക്ചേഴ്സ് ഒന്ന് ഷെയർ ചെയ്യാം. ഒരുപാട് കഷ്ടപ്പാട് ഈ ഒരു ഇതിന്റെ പുറകിലുണ്ട്. ഞാൻ ആ വോയിസ് മെസ്സേജിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ ഐ വാസ് വാച്ചിങ് ദം ഡു ദിസ്. ഒരുപാട് ആർട്ടിക്കിൾസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതിന്റെ കുത്തും കോമയും അനഘ പറഞ്ഞതുപോലെ എത്രയോ കറക്ഷൻസ് ആണ്. ഇനിയും ഇതിനകത്ത് തെറ്റുകൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയണില്ല, ബട്ട് സ്റ്റിൽ അവർ ഒരുപാട് ടൈം ആൻഡ് എഫേർട്ട് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഒരു കുത്തോ കോമയോ ഇനിയും അവരുടെയും കണ്ണ് വെട്ടിച്ച് അവിടെങ്ങാനും വഴിമാറി കിടപ്പുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണം, കുറ്റം പറയാനും വരരുത്. അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ റിയലി വോണ്ട് ടു അപ്ലോഡ് ദോസ് 6 പീപ്പിൾ. പ്രത്യേകിച്ച് ഈ കർണികാരം എന്നുള്ള പേര് പറഞ്ഞ JP-യോടും ബാക്കി ആ 6 അംഗ സംഘത്തിനോടും ഒരുപാട് നന്ദി സ്നേഹവും കേച്ചനയുടെ പേരിൽ അറിയിക്കുകയാണ്. അനഘ, ഒരു ഫെനോമിനൽ മാഗസിൻ വി ആർ എക്സ്പെക്ടിങ് ഫ്രം യു. ഇനിയൊരു കർണികാരം കൂടി, അല്ല ഇനിയൊരു അഞ്ജലിയും കൂടി ഉണ്ടാവും, ഒരു പതിപ്പും കൂടി ഉണ്ടാവും. അതേപോലെ ഓർമ്മകളിൽ എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടടക്കാൻ കേച്ചനയുടെ 25 വർഷത്തെ ഓർമ്മകളാണ് നമ്മൾ നമ്മുടെ മാഗസിനിൽ കമ്പൈൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. നല്ലൊരു മാഗസിനുമായിട്ട് പുറത്തു വരാൻ അവർക്ക് കഴിയട്ടെ. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയിൽ കർണികാരം റിലീസ് ചെയ്താട്ടെ ദയവായിട്ട്. അനുപമ, അതിന്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടോ? കർണികാരം എന്ന് എഴുതിയിരിക്കുന്ന ഫോട്ടോ. കർണികാരം 1, കർണികാരം. അത് ഞാൻ കോപ്പി ചെയ്തിട്ടില്ല അനുപമ. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഡിസ്പ്ലേ നോ, സോറി. ഒരു മിനിറ്റ്. ഒരു നിമിഷം. ഗണേഷ്, യെസ് നിഷാജി. ബാക്കപ്പ് ഉണ്ടോ കയ്യില്? അനുപമ അത് ഡ്രൈവിലാണോ? അത് ട്രെയിൻ എവിടെയാണ്? അതെ അതെ. ആർക്കെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്യാമോ അതൊന്ന് ഇട്ടിട്ട്? അനഘയ്ക്ക് പറ്റുമോ? അനുപമ, കർണികാരം റിലീസാണോ? അതെ. ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ അതൊന്ന് ഡൗൺലോഡ് ചെയ്യട്ടെ. 2 എണ്ണം ഉണ്ടല്ലേ, റിലീസ് 1 and 2? അതെ. ഒരു സെക്കൻഡ്, ഗിവ് മി എ സെക്കൻഡ്. ഓക്കെ, നൗ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നൗ കർണികാരം 2.
ആ ടീമിന്റെ ഫോട്ടോയും അനഘ തന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചാല്. നിഷ, അതെ, അഞ്ജലി കമ്മിറ്റി എന്നുള്ളത് ഷെയർ ചെയ്തിരുന്നു സുരേഷ് ഏട്ടാ. എവിടെയാണ്? അഞ്ജലി കമ്മിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. AANGAJALI അഞ്ജലി കമ്മിറ്റി. ഒരു സെക്കൻഡ്. അഞ്ജലി കമ്മിറ്റി, ഓക്കെ. അഞ്ജലി കമ്മിറ്റി, ഓക്കെ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. താങ്ക് യു സുരേഷ് ഏട്ടാ. താങ്ക് യു. നന്ദി. ക്ഷമിക്കണം, അങ്ങനെ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റി. കൈനീട്ടമായിട്ട് ഫുൾ അഞ്ജലി എല്ലാവർക്കും കിട്ടും. ഇത് ഇന്ന് റിലീസിന് വേണ്ടി മാത്രം അതിന്റെ പുറംചട്ട മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ. പേജ് ടേൺ ചെയ്യാവുന്ന മോഡില് യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് 2-3 days. വിഷുവിന്റെ ദിവസം തന്നെ എല്ലാവർക്കും എത്തിക്കണമെന്ന് അനഘയെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഷീ വിൽ ഡു ഇറ്റ്. വിഷു കൈനീട്ടമായിട്ട് എല്ലാവർക്കും എത്തും അത്. എത്തിക്കാം. വളരെ നന്ദി നിഖി ചേച്ചി, അനഘ. എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു മാഗസിൻ ആയിരിക്കും എന്ന് ഞാനും ഉറപ്പ് തരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ഏത് നിമിഷവും അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം വരുന്ന മുറയ്ക്ക് നമ്മൾ അദ്ദേഹത്തിനെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ്. ഇപ്പോ നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ ഷൂട്ട് നടക്കുകയാണ്. അപ്പം സ്റ്റുഡിയോയിലാണ്. എപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നോ അപ്പൊ കേറും. എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ, കാരണം അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അതുവരെ നമ്മുടെ പ്രോഗ്രാം നടക്കട്ടെ. വരുമ്പോ അദ്ദേഹത്തെ സംസാരിപ്പിക്കുകയോ പാടിക്കുകയോ ഒക്കെ ചെയ്യാം. തീർച്ചയായും നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് കടക്കാം. സാഹിത്യവും കലയും ഒക്കെ സംഗമിക്കുന്ന ഒരു സന്ധ്യയാകട്ടെ എന്ന് നമുക്ക് ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ആണ് പാടുന്നത്. നമുക്ക് വേണ്ടി ആ പാട്ട് പാടാൻ എത്തുന്നത് ആര്യമാൻ ജി ഇളയിടം ആണ്. നമ്മളെല്ലാം വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് പ്ലേ ചെയ്യാനുള്ള ഒരു കുറച്ച് സമയം നമുക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും. അപ്പോ ആ സമയത്തിനുള്ളിൽ ഞാൻ ആര്യമാനെ കുറിച്ച് 2 സംഗീതവും നൃത്തവും ഒക്കെ തന്നെ ഏറെ ഇഷ്ടപ്പെട്ട് പഠിക്കുകയും അത് എവിടെയൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നു അവിടെയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കലാകാരനാണ്, ഒരു യുവപ്രതിഭയാണ് നമ്മുടെ ആര്യമാൻ. ஏனோ இதயம் தீம் தீம் சொல்லதே, ஏனோ மனம் தோம் தோம் சொல்லதே, தனிமையே சுகமாகும் இனிமையே இனி நாளும், காதல் மோதல் எனக்குள்ள ஏனோ இதயம் தீம் தீம் சொல்லுதே,
ஏனோ மனம் தோம் தோம் சொல்லுதே. മഞ്ഞു വീണതാണോ അമ്പു കൊണ്ടതാണോ? മഞ്ഞു വീണതാണോ പൂവമ്പ് കൊണ്ടതാണോ? നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ മയിലാടും പോലെ നിന്റെ വാക്കു കേൾക്കെ ഉള്ളിൽ മഴ വീഴും പോലെ അനിയൻ പൂക്കൾ കരളിൽ വിരിയും പോലെ എന്റെ ഹൃദയത്താളം മുറുകിയോ? എന്റെ കണ്ണിലിളമീ തുള്ളിയോ? എന്തിനാണു സൂര്യൻ വന്നു പോകും നേരം കുഞ്ഞു സൂര്യകാന്തി കണ്ണു ചിമ്മി നിന്നു? എന്തിനാണു പൊന്തിടുന്നു തിരതീരം കാണി? എന്തിനാണു വണ്ടു കണ്ടു വിരയാടി പൂക്കൾ? പറയൂ മനമേ ചൊരിയൂ മധുരം പ്രിയതേ, എന്റെ ഹൃദയത്താളം മുറുകിയോ? എന്റെ കണ്ണിലിളമീ തുള്ളിയോ? മധുരമേ അനുരാഗം മതിവരാൻ മധുപാനം ആരും വീണ്ടും തേടുമ്പോൾ എൻ്റെ ഹൃദയത്താളം മുറുകിയോ? എൻ്റെ കണ്ണിലിളമീ തുള്ളിയോ? വളരെ നന്ദി ആര്യമാൻ. ആര്യമാൻ KHNA കലോത്സവം 2023 സീനിയർ കലാപ്രതിഭ കൂടിയായിരുന്നു. 4 വയസ്സു മുതൽ അദ്ദേഹം പാടുകയും മറ്റ് സ്റ്റേജുകളിൽ പ്രോഗ്രാം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശ്രീ ചന്ദ്രമന്ന നാരായണൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിന്റെ ഗുരു. ഇന്ന് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിലെ ഒരു ഗാനമാണ് അദ്ദേഹം ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ആലപിച്ചത്. ഒരുപാട് സന്തോഷം, നന്ദി. വളരെ നല്ല ഒരു പാട്ട് നമുക്ക് വേണ്ടി. വീഡിയോയ്ക്ക് ഒരു ചെറിയ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് തോന്നുന്നു, ക്ഷമിക്കണം. നമുക്ക് അടുത്ത ഒരു പരിപാടിയിലേക്ക് വീണ്ടും പോകാം. അടുത്തത് ഒരു ഭരതനാട്യം പദമാണ് നമുക്ക് വേണ്ടിയിട്ട് ശ്രീമതി നിഷ ചിറ്റാടത്ത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് അയച്ചിരിക്കുന്നതാണ്. ഭരതനാട്യം പദം കാമാക്ഷി കൃതി. കഞ്ചദളായ സാക്ഷി കഞ്ചദളായ സാക്ഷി കാമാക്ഷി കഞ്ചദളായ സാക്ഷി കാമാക്ഷി കമല മനോഹരി ത്രിപുര സുന്ദരി കഞ്ചദളായ സാക്ഷി കാമാക്ഷി കമല മനോഹരി ത്രിപുര സുന്ദരി കഞ്ചദളായ സാക്ഷി കാമാക്ഷി കമല മനോഹരി ത്രിപുര സുന്ദരി കഞ്ചദളായ സാക്ഷി കാമാക്ഷി
കമല മനോഹരി ത്രിപുര സുന്ദരി കഞ്ചദളായതാക്ഷി കാമാക്ഷി കുഞ്ചര കമനി കുഞ്ചര കമനി കുഞ്ചര കമനി മണിമണ്ഡിത മഞ്ജുള ചരണി കുഞ്ചര കമനി മണിമണ്ഡിത മഞ്ജുള ചരണി മാമവ ശിവ പഞ്ചര ശുചി പങ്കജമുഖി ഗുരുഗുരഞ്ജനി ദുരിത ഭഞ്ജനി നിരഞ്ജനി കഞ്ചദളായതാക്ഷി കുഞ്ചര കമലേ മണിമണ്ഡിത മഞ്ജുള ചരണേ മാമവ ശിവ പഞ്ചര ശുചി പങ്കജമുഖി ഗുരുഗുരഞ്ജനി ദുരിത ഭഞ്ജനി നിരഞ്ജനി കഞ്ചദളായതാക്ഷി കാമാക്ഷി അമ്പാ. വളരെ നന്ദി. വളരെ മനോഹരമായ ഒരു ഭരതനാട്യമാണ് നമുക്ക് വേണ്ടി നിഷ കാഴ്ചവെച്ചത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഒരു വളരെ എന്താ പറയാ നൊസ്റ്റാൾജിയ നമ്മളിലേക്കൊക്കെ ഉണർത്തുന്ന ഒരു പാട്ടുമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഇദ്ദേഹം എത്തുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരാളായിരിക്കും. ജയകൃഷ്ണൻ ജിയാണ്. അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഒരു മനോഹരമായ ഒരു പഴയ ഒരു ഗാനം, എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു ഗാനമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അത് കേൾക്കാം. അതിനു മുന്നേ ഒരു ചെറിയ ഒരു സജഷൻ ഉള്ളത്, നമ്മുടെ ഈ വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ബാൻഡ് വിഡ്ത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഒള്ളി വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ മാത്രം മതി. വളരെ നന്ദി. ജയകൃഷ്ണൻ ജി, താങ്കൾ. കേൾക്കാമോ ഞാൻ പറയുന്നത്? കുറച്ച് കൂടുതൽ കേൾക്കാം. നല്ല എക്കോ ഉണ്ട്. എക്കോ ഉണ്ടല്ലേ? പക്ഷെ ശബ്ദം വരുന്നുണ്ടല്ലോ. ഓക്കെ, എന്നാ പാടിയേക്കാം. കർണികാരത്തെ കുറിച്ച് ഒരു പാട്ട് വേണേൽ പാടാം. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന വേറൊരു പാട്ട് പാടാം. ഇന്നലെ നീ ഒരു പാട്ടാണ്. പ്രേമ സംഗീതമായി സുന്ദരമായ ചെയ്തുന്നു. ചെടി കേട്ടു സരിച്ചു നിന്നു മാരത്തെ മട്ടുപ്പാതെ ചെടി കേട്ടു സരിച്ചു നിന്നു നീലമരങ്ങളിൽ ചാരി ഇന്നലെ നീയൊരു സുന്ദരരാഗമായ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു.
ഇന്നലെയൊരു നവമാസര സ്വപ്നമായി മരൂരത്ത് ചൈത്ര സൂര്യത്തിന്റെ താരവൃന്ദത്തിൻ കീഴ് മധ്യാഹ്ന മനോഹരമയങ്ങിടുമ്പോൾ മുന്തിരിക്കുലകളാൽ മുൻപുലാനിക്കെത്തും സുന്ദര സന്ദർശിക്കുന്ന മുക്താനുരാഗത്തിന്റെ ഗാനഭാഗം നേടി നൃത്തവിലാസിനിയള്ളി വന്നു ഇന്നലെ നീയൊരു സുന്ദരരാഗമായ കുന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു മാമകരാകുളിച്ചോമനകളിൽ പ്രേമ സംഗീതമായി പുറത്തു വന്നു. വളരെ നന്ദി ജയകൃഷ്ണൻ ജി. വളരെ മനോഹരമായ ഒരു ഗാനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരാൾക്കും, കേൾക്കുന്ന ഏതൊരാൾക്കും അത് കൂടെ ഒന്ന് മൂളാൻ തോന്നിപ്പോകുന്ന ഒരു, എത്ര പാട്ടറിയാത്ത ഒരാൾക്കും അത് തോന്നിപ്പോ. പ്രത്യേകിച്ച് വിഷുവിന്റെ ഒരു സമയത്ത് കൃഷ്ണനെയും ഓടക്കുഴലിനെയും ഒക്കെ നമ്മൾ അറിയാതെ വേറൊരു ലെവലിലാണ് അത് എഴുതിയിരിക്കുന്നത്, രചിച്ചിരിക്കുന്നത് പോലും. നമുക്ക് ആ വിഷുവുമായി നമുക്കതിനെ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാൻ കൂടി പറ്റുന്ന ഒരു ഗാനമാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് വന്നത് ചെയ്തു തന്നതെന്നറിയാം. ഒരുപാട് സന്തോഷം. വെറ്ററൻ സിംഗറാണ്, ഒരൊറ്റ കോള് കൊണ്ട് ഓടി വന്ന് പാടി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. മെസ്സേജസ് അയച്ചിട്ട് അതൊന്നും കാണാനുള്ള സമയം പോലും ബ്രൗസർക്ക് ഇല്ലായിരുന്നു. എന്നാലും അതെ, ഞാൻ ആകെ വറീഡ് ആയിപ്പോയ ഒരു നിമിഷമാണല്ലോ, എന്താണ് സംഭവിക്കുന്നത്. പക്ഷെ വളരെ മനോഹരം. ആ ഒരു വിഷമം മുഴുവൻ തീർത്തു തന്നു ഈ ഒരൊറ്റ പാട്ടിലൂടെ തന്നെ. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കട്ടെ. നന്ദി. നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മുടെ അഞ്ജലി ടീമിന്റെ എനിക്ക് തോന്നുന്നു ആ ഒരു കുടുംബാംഗങ്ങളെ ഇവിടെ ആരെയൊക്കെയോ ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ കാതോർത്തിരിക്കുന്നുണ്ട്. അടുത്ത ഒരു പ്രോഗ്രാമിന് ശേഷം ദയവേത് നിങ്ങൾ ഞങ്ങളോടൊപ്പം കുറച്ച് വാക്കുകൾ പങ്കുവയ്ക്കും എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ ആര്യമാന്റെ പ്രോഗ്രാം ചെയ്തപ്പോൾ അതിന് കുറച്ചൊരു വീഡിയോ ടെക്നിക്കാലിറ്റി ഡിഫിക്കൽട്ടി വന്നു. ഒന്നും കൂടി നമ്മളതൊന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. ക്ഷമിക്കണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതിൽ. സുരേഷ് ജി, നമുക്ക് ആര്യമാന്റെ വീഡിയോ ഒന്നും കൂടി ഒന്ന് പ്ലേ ചെയ്യാം. ഒരു സെക്കൻഡ്, ഞാൻ അപ്ലൈ ചെയ്യുന്നേ. ஏனோ இதயம் தீம் தீம் சொல்லதே, ஏனோ மனம் தோம் தோம் சொல்லதே, தனிமையே சுகமாகும் இனிமையே இனி நாளும்,
காதல் மோதல் எனக்குள்ள ஏனோ இதயம் தீம் தீம் சொல்லுதே, ஏனோ மனம் தோம் தோம் சொல்லுதே. മഞ്ഞു വീണതാണോ അമ്പു കൊണ്ടതാണോ, മഞ്ഞു വീണതാണോ പൂവമ്പ് കൊണ്ടതാണോ, നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ മയിലാടും പോലെ, നിന്റെ വാക്കു കേൾക്കെ ഉള്ളിൽ മഴ വീഴും പോലെ, അനിയൻ പൂക്കൾ കരളിൽ വിരിയും പോലെ, എന്റെ ഹൃദയത്താളം മുറുകിയോ, എന്റെ കണ്ണിലിളമീ തുള്ളിയോ. എന്തിനാണു സൂര്യൻ വന്നു പോകും നേരം കുഞ്ഞു സൂര്യകാന്തി കണ്ണു ചിമ്മി നിന്നു, എന്തിനാണു പൊന്തിടുന്നു തിരതീരം കാണി, എന്തിനാണു വണ്ടു കണ്ടു വിരയാടി പൂക്കൾ, പറയൂ മനമേ ചൊരിയൂ മധുരം പ്രിയതേ, എന്റെ ഹൃദയത്താളം മുറുകിയോ, എന്റെ കണ്ണിലിളമീ തുള്ളിയോ, മധുരമേ അനുരാഗം മതിവരാൻ മധുപാനം, ആരും വീണ്ടും തേടുമ്പോൾ എൻ്റെ ഹൃദയത്താളം മുറുകിയോ, എൻ്റെ കണ്ണിലിളമീ തുള്ളിയോ. നന്ദി. എല്ലാവരോടും ഒരു വാക്ക് ക്ഷമ ചോദിക്കുന്നു. ഈ ഒരു വീഡിയോയുടെ ഒരു ചെറിയ ടെക്നിക്കൽ ഡിഫിക്കൽട്ടി, അതിന്റെ കുറച്ച് ഫയലിന്റെ വലുപ്പം കൂടുതൽ കൊണ്ടാവാം അങ്ങനെ മുറിഞ്ഞ് നമുക്ക് കാണേണ്ടി വന്നത്. അതാണ് ഒന്നും കൂടി അതൊന്ന് പ്ലേ ചെയ്തത്. നന്ദി. നമ്മുടെ അഞ്ജലി മാഗസിൻ കമ്മിറ്റി മെമ്പറായ ശ്രീ JP ഇവിടെയുണ്ട്. ഞങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി അദ്ദേഹത്തിനെ JP ചേട്ടൻ എന്ന് വിളിക്കാറുണ്ട്. 2 വാക്ക് ഞങ്ങളോട് സംസാരിക്കാം. അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഞാൻ വിഷുവിൻ്റെ മാഗസിൻ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കർണികാരം എന്ന പേര് എൻ്റെ മനസ്സിൽ ഉദിച്ചു. കാരണം സംസ്കൃതത്തിൽ കണിക്കൊന്ന പൂവിന് കർണികാരം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. ഇതില് കാര്യമായ പ്രവർത്തികളൊന്നും ഞാൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എവിടെയൊക്കെയോ തെറ്റ് കണ്ടതൊന്ന് തിരുത്തി കൊടുത്തു, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ അനഘയൊക്കെ ഏത് സമയത്തും ഇതിന്റെ പിന്നിലായിരുന്നു. ഏത് സമയത്ത് വിളിച്ചാലും അനഘയുടെ ഫോൺ ഒരിക്കൽ പോലും ആൻസറിങ് മെഷീനിൽ പോയിട്ടില്ല. ഏത് സമയത്താണേലും അനഘ അതെടുത്ത് ഉടനെ ആൻസർ ചെയ്തിരിക്കും. അതെനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യമാണ്. ഞാന് അനഘ എവിടെ ആണ് എന്ന് എനിക്കറിയില്ല. അവിടുത്തെ സമയം എന്താണെന്ന് പോലും നോക്കാതെ ഞാൻ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പോ ഞാൻ തെറ്റ് കണ്ടാ ഉടനെ ഞാൻ വിളിക്കും. അപ്പോൾ അനഘ ഉടനെ ആൻസർ ചെയ്യും. എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും അത് മതിയാവില്ല. ഷീ ഡിഡ് എ വെരി ഗുഡ് ജോബ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അടുത്ത മാഗസിനിൽ നമുക്ക് ചെയ്യുമ്പോൾ തിരുത്തുന്നത് വീണ്ടും വീണ്ടും തിരുത്താൻ ഇടയാവാതെ
അതൊരു പെർമനന്റ് ബോഡിയെ തിരുത്തത്തക്ക രീതിയിൽ, ഇപ്പൊ ഞാൻ തിരുത്തിയത് ആ പേജ് തന്നെ മറ്റൊരാളും തിരുത്തുമ്പോ ഇത് ഒരു ഇരട്ടി പണിയായി മാറി എന്നെനിക്ക് തോന്നി. അത് പല ആർട്ടിക്കിളുകളും പല കവിതകളും വീണ്ടും വീണ്ടും അത് നമ്മളൊന്ന് എഴുതി കൊടുക്കും, അത് പ്രിന്ററോ അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത ആള് വീണ്ടും അത് തെറ്റിച്ചെഴുതി ഇങ്ങോട്ട് വിടും. അതല്ല, നമുക്ക് ഒരു PDF ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അതേ നമുക്ക് തിരുത്താവുന്ന സംവിധാനം ഉണ്ട്. കഴിഞ്ഞ സോവനീറിന് നമ്മളത് ചെയ്തതാണ്. അത് ആ PDF ഫോർമാറ്റിൽ ആ കൃത്യം സ്ഥലത്ത് തന്നെ എഴുതിയിടാനുള്ള സൗകര്യമുണ്ട്. അത് എനിക്ക് അതിന്റെ ടെക്നിക്കൽ അറിയത്തില്ല, പക്ഷെ അറിയാവുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് അഞ്ജലിയുടെ മീറ്റിംഗിൽ ഇതൊക്കെ പറയാം. ചെയ്യണം. ഇത് കൂടുതലും പറയാനില്ല. അഞ്ജലിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും വിഷു ആശംസകൾ. താങ്ക് യു. വളരെ നന്ദി. തീർച്ചയായിട്ടും ഈ പറഞ്ഞത് എല്ലാം തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ആ കർണികാരം എന്നുള്ള പേര് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു സമ്മാനം നമുക്ക് വേണ്ടി ലഭിച്ചത്. അപ്പൊ പേരിട്ട അച്ഛനാണ് കർണികാരത്തിന്റെ. അതെ, അതാണ് അദ്ദേഹത്തെ തന്നെ ആദ്യം വിളിച്ചത്. കാരണം തലതൊട്ടപ്പൻ എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹമാണ് അതിന് പേര്, ഏറ്റവും മനോഹരമായ ഒരു പേര് തന്നെ നമുക്ക് വേണ്ടി കണ്ടെത്തി തന്നത്. ഒരു നിമിഷം, ഞാൻ ആ പേര് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി, ക്ഷമിക്കണം. വളരെ നന്ദി കേട്ടോ, ആ പേര് നിങ്ങൾക്ക് പറഞ്ഞു തന്നതിന്. അത് വളരെ നന്ദി, അത് വിട്ടുപോയതാണ് പറയാനായിട്ട്, ക്ഷമിക്കും. താങ്ക് യു. നമ്മുടെ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് കടക്കാം. അതിനുശേഷം വീണ്ടും നമ്മുടെ അഞ്ജലി കമ്മിറ്റി മെമ്പേഴ്സ് നമ്മളോട് സംസാരിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡിവോഷണൽ സോങ്ങുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അഭിനു നായരാണ്. വീഡിയോ എല്ലാവർക്കും വിഷു ആശംസകൾ. ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ താമര കണ്ണാടിയാടി വായോ. ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ താമര കണ്ണാടിയാടി വായോ. നിന്റെ പിഞ്ചു പാരം തേടി തേടി ഞങ്ങൾ, നിന്റെ ദിവ്യനാമം പാടി പാടി വന്നോ. നിന്റെ പിഞ്ചു പാരം തേടി തേടി ഞങ്ങൾ, നിന്റെ ദിവ്യനാമം പാടി പാടി വന്നോ. ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ താമര കണ്ണാടിയാടി വായോ. ദേവകി നന്ദന രാധാ ജീവന കേശവ ഹരേ മാധവ. പുത്തന മർദന പാപ വിനാശന കേശവ ഹരേ മാധവ. ഗോകുല ബാലനെ ഓടിവായോ, ഗോപാല ബാലനെ ആടിവായോ. ഗോകുല ബാലനെ ഓടിവായോ, ഗോപാല ബാലനെ ആടിവായോ. ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ താമര കണ്ണാടിയാടി വായോ. ഓ ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ താമര കണ്ണാടിയാടി വായോ. കംസവിമർദന കാളിയ നർത്തന കേശവ ഹരേ മാധവ. ആശ്രിത വത്സല ആപാദ കേശവ ഹരേ മാധവ. ഓംകാരനാദമേ ഓടിവായോ, ആനന്ദ ഗീതമേ ആടിവായോ. ഓംകാരനാദമേ ഓടിവായോ, ആനന്ദ
ഗീതമേ ആടിവായോ ചിലങ്ക കെട്ടിയോടിയോടിവായോ എന്റെ താമരക്കണ്ണാടിയാടിവായോ ചിലങ്ക കെട്ടിയോടിയോടിവായോ എന്റെ താമരക്കണ്ണാടിയാടിവായോ പാണ്ഡവരക്ഷക പാപ വിനാശക കേശവ ഹരേ മാധവ അർജുന രക്ഷക അജ്ഞാന നാശക കേശവ ഹരേ മാധവ ഗീതാമൃതമേ ഓടിവായോ ഹൃദയാനന്ദമേ ആടിവായോ ഗീതാമൃതമേ ഓടിവായോ ഹൃദയാനന്ദമേ ആടിവായോ ചിലങ്ക കെട്ടിയോടിയോടിവായോ എന്റെ താമരക്കണ്ണാടിയാടിവായോ ഓ ചിലങ്ക കെട്ടിയോടിയോടിവായോ എന്റെ താമരക്കണ്ണാടിവാടിവായോ. താങ്ക് യു. വളരെ നന്ദി അഭിനവ്. വളരെ മനോഹരമായ ഒരു കണ്ണന്റെ ഗാനം നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചു. ഏകദേശം 4 മിനിറ്റോളം നീളമുള്ള ഒരു പാട്ട് നമ്മുടെ ഈ പുതുതലമുറ അമേരിക്കൻ മണ്ണിൽ ജീവിച്ച് അവർ ഈ ഒരു സംസ്കാരത്തെ ഉൾക്കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടിത്തരുമ്പോൾ തീർച്ചയായും ഒരുപാട് സന്തോഷം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ ലൂലിയാൻ പോപ്പ് ക്ലബിനോട് ഇതിന് നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നുണ്ട്. അവരേറെ കഥകളും കവിതകളും പാട്ടുകളും ഭജനകളും ഒക്കെ തന്നെ കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി ഈ ഒരു സമയത്ത് അവരോടുള്ള നന്ദി കൂടി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. അത്രയ്ക്ക് സന്തോഷം തോന്നുന്നു ഈ ഒരു ഗാനം കേട്ടപ്പോൾ. വളരെ നന്ദി അഭിനു. നമ്മുടെ അഞ്ജലി കമ്മിറ്റിയുടെ മറ്റൊരു മെമ്പറായ ദേവിദാസ് ജി ഇവിടെ ഉണ്ട് തോന്നുന്നു. അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ് 2 വാക്ക് സംസാരിക്കാനായി. ദേവിദാസ് ജി. മധു 5 മിനിറ്റിൽ കയറും കേട്ടോ. അനു ഇവിടെ അനിത ചേച്ചിയുണ്ട്. അനിത ചേച്ചിയുണ്ട്. നമ്മുടെ മറ്റൊരു കമ്മിറ്റി അംഗമായ അനിത ചേച്ചി ഇവിടെയുണ്ട്. അനിത ചേച്ചി 2 വാക്ക് ഞങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വിഷു ആശംസകൾ. ഈ ടീമിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ ടീം വളരെ മനോഹരമായി ഇത് കൈകാര്യം ചെയ്തു. എല്ലാവരും ഒരു ഒത്തൊരുമയോടുകൂടി വെരി നൈസ്ലി ഡൺ. താങ്ക് യു എവ്രി വൺ. ഹാവ് എ വണ്ടർഫുൾ വിഷു. ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്, സോറി കേട്ടോ. വളരെ നന്ദി. തീർച്ചയായിട്ടും ചെറിയ വാക്കുകളിലാണെങ്കിലും ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് ഒരുപാട് സന്തോഷം. നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. നമ്മുടെ അടുത്ത പ്രോഗ്രാം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ആണ്. ടീം സഹസ്രയുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം അയച്ചു തന്നിട്ടുള്ളത്. നമുക്ക് ടീം സഹസ്രയുടെ ഈ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാം ആസ്വദിക്കാം.
ചിരം മധ്യവാനമേറും ഭവായ് പത്തനമായി ഭാവിക്കേണം തവകാകുലം മേന്മേൽ ചിരം മലതാറ്റി ചിരം പ്രജാ പലരും ചിരം സഞ്ജിതാഭം വളരെ നന്ദി ടീം സഹസ്ര. വളരെ മനോഹരമായ ഒരു നൃത്തമാണ് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്. നമ്മള് എനിക്ക് തോന്നി ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ഇവിടെ എത്തിച്ചേരും. നമ്മളൊരു പ്രോഗ്രാമും കൂടി ഉള്ള പ്രോഗ്രാംസ് തീരട്ടെ. മധു വരുമ്പോഴേക്ക് നമുക്കത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാല്ല. അപ്പോഴേക്ക് കേറും എന്ന് തോന്നുന്നു. രാത്രി വൈകി വന്ന് കിടന്നുറങ്ങി ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ വിളിച്ചത്. അപ്പൊ ഷൂട്ട് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമും കൂടി നമുക്ക് കാണാം. ഇത് ഒരു ഡിവോഷണൽ സോങ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലോലി ആൻഡ് പോപ്പിലെ കുടുംബാംഗങ്ങളാണ്, നമുക്ക് കൊച്ചുകുട്ടികളാണ് നമുക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഡിവോഷണൽ സോങ്സ് പാടി അയച്ചിട്ടുള്ളത്. ഹൃദ കൃഷ്ണ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡിവോഷണൽ സോങ് ഇപ്പോൾ അവതരിപ്പിക്കും. നമസ്കാരം, എൻ്റെ പേര് ഹൃദ കൃഷ്ണ. കണ്ണനെ കാണണം, കണ്ണന് കാണണം, കണ്ണന് കണ്ണീന് കർപ്പൂരമാകണം, അഞ്ജനലേപന മഞ്ജിത ചഞ്ചല മഞ്ജുലലോചന തന്മുഖം കാണണം. കൊണ്ട് നിർത്തിക്കോ, ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ കാണത്തുള്ളൂ. ബഹളം ഉണ്ടാക്കാതെ. കണ്ണനിൻ കണ്ണിന് കർപ്പൂരമാകണം, അഞ്ജനലേപന മഞ്ജിത ചഞ്ചല മഞ്ജുലലോചന തന്മുഖം കാണണം. കണ്ണനെ കാണണം, കണ്ണനെ കാണണം, കണ്ണനെ കണ്ണീനും കർപ്പൂരമാകണം. താവിയ പുഞ്ചിരി മായാതെ ബിന്നും ആമാധവൻ തന്നൂടി ചെഞ്ചെണ്ടു കാണണം. താവിയ പുഞ്ചിരി മായാതെ ബിന്നും ആമാധവൻ തന്നൂടെ ചെഞ്ചെണ്ടു കാണണം. ആമാധവൻ തന്നൂടെ ചെഞ്ചെണ്ടു കാണണം. കണ്ണനെ കാണണം, കണ്ണനെ കാണണം, കണ്ണനും കണ്ണീനും കർപ്പൂരമാകണം. അഞ്ജനലേപന രഞ്ജിത ചഞ്ചല മഞ്ജുലലോചന സന്മുഖം കാണണം.
കാനനം കണ്ണാടി കാനനം കണ്ണാടി കാനനം കണ്ണനിൽ കണ്ണീനു കർപ്പൂരമാകണം കാരന്തി തന്നുടെ വാരി കുഞ്ചണ്ടാനും കാരോളി വർണ്ണനൻ ഉണ്ടായിരിക്കണം കാലിന്തി തന്നുടെ വാരി കുഞ്ചൻകാരൻ കാരോളി വർണ്ണനൻ ഉണ്ടായിരിക്കണം നീരുണ്ട മാനസം രാധയ്ക്കു മസകി നീരുണ്ട മാനസം രാധയ്ക്കു മസകി കാർവർണ്ണനെ ഉടൻ കൊണ്ടുവന്നിടണം കാർവർണ്ണനെ ഉടൻ കൊണ്ടുവന്നിടണം കണ്ണനി കാരണം കണ്ണനി കാരണം കണ്ണനി കണ്ണീനോ കർപ്പൂരം സാഗരം അഞ്ജനലേപന രഞ്ജിത ചഞ്ചല മഞ്ജുലലോചന തന്മുഖം കാരണം കണ്ണനി കാദനം കണ്ണനി കാദനം കണ്ണനിൽ കണ്ണീനു കർപ്പൂരഭാഗനം അഞ്ജനലേപന രഞ്ജിത ചഞ്ചല മഞ്ജുലലോചന സന്മുഖം കാടണം കണ്ണനെ കാണണം കണ്ണനെ കാണണം. താങ്ക് യു ഹൃദ. വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു പാട്ട്. വളരെ ക്യൂട്ടായിരുന്നു കേൾക്കാൻ. കണ്ണന് തന്നെ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടാവും ആ ഒരു പാട്ട് കേട്ടിട്ട്. വളരെ സന്തോഷം. നമ്മുടെ അഞ്ജലി കമ്മിറ്റിയുടെ തന്നെ വളരെ ശക്തമായ ഒരു ഭാഗമായ ശ്രീകുമാർ ജി ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ 2 വാക്കുകളിലേക്ക് കൂടി നമുക്ക് കേൾക്കാം. ശ്രീകുമാർ ജി, താങ്കളെ ക്ഷണിക്കുന്നു. ശ്രീകുമാർ ജി 2 വാക്ക് സംസാരിക്കാമോ? ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇറങ്ങി തോന്നുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം മീറ്റിംഗിൽ നിന്നും ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അനുവിന് സംസാരിക്കാം. അനു ഭാഗമാണ്. അനു അതിന്റെ പാർട്ടാണ്. ഞാൻ അതിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഏറെ സന്തോഷമാണ് ഈ ഒരു അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതില്. അനഘയെ പോലെ, നിഷ ചേച്ചിയെ പോലെ, JP ചേട്ടനെ പോലെ, ശ്രീകുമാർ, ഓരോരുത്തരെയും എടുത്തെടുത്ത് പറയണം. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളോടൊപ്പം നമുക്കൊരു ഭാഗമായി ഇരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഈ ഒരു ആളുകളോടൊപ്പം അതിന്റെ ഒരു ഭാഗമാകാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പം കർണകാരൻ ഇന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിഷു കൈനീട്ടം എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിച്ച ഒരു ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ തന്നെ ഇതിലേക്കുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും. അപ്പം ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അപ്പം ഇതിൽ കൂട്ടത്തിൽ എന്നെയും കൂട്ടിയതിന് ഒരുപാട് സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് കൂടി കടക്കാം. ഇനിയുള്ളത് ഒരു നൃത്തമാണ്. നമുക്ക് വേണ്ടിയിട്ട് ഒരു സോളോ ഡാൻസുമായിട്ട് എത്തുന്നത് സഞ്ജന മേനോനാണ്. ഇത് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് രാഖി രാജീവാണ്.
മനമോട് കേളടി മായെന്നും കണ്ണൻ വിരുനാടു ജാലങ്ങൾ പാടുന്നു പയ്യെ തന്നെ തവനീത ചോരൻ ഗോപാല ബാലയശോദേ വളരെ നന്ദി സഞ്ജന. വളരെ മനോഹരമായ ഒരു നൃത്തം വളരെ നല്ല രീതിയിൽ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് രാഖി അത് നമുക്ക് മുന്നിലേക്ക് എത്തിച്ചു. വളരെ സന്തോഷം. നമ്മൾ ഏറെ നേരമായി പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ശ്രീ മധു ബാലകൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഔദ്യോഗികമായുള്ള സ്വാഗത പ്രസംഗങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു എങ്കിൽ പോലും ഒട്ടും നമുക്ക് ഒരു ഒരു അവതരണത്തിന്റെയും ഒരു ഒന്നിന്റെയും ആവശ്യമില്ലാത്ത ഒരു മഹാനായ കലാകാരനാണ് ശ്രീ മധു ബാലകൃഷ്ണൻ. സമയം ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം. ശ്രീ മധു ബാലകൃഷ്ണൻ, നിശ്ചയിച്ചിക്ക് എന്തെങ്കിലും അതിനു മുന്നേ പറയാനുണ്ടെങ്കിൽ? മധുവിനോട് ആദ്യം ഏത് വാക്കുകളിൽ നന്ദി പറയണം എന്നറിയില്ല. കാരണം രാത്രി 5 മണിക്ക് തിരുവനന്തപുരത്ത് വന്ന് കിടന്നൊരു ഷൂട്ടിന്റെ ഇടയിലാണ് എനിക്കൊരു വാക്ക് തന്നതിന്റെ പേരിൽ മാത്രം മുഖം കഴുകി ഓടി വന്നിരിക്കുകയാണ്. കണ്ണ് കണ്ടാൽ അറിയാം പാവം ഉറങ്ങാതിരിക്കുകയാണ് എന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇതൊരു റോയൽ പ്രസൻസ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ കുറേ ആൾക്കാർ ഒരുപാട് സമയം മധുവിനെ ഒന്ന് കണ്ട് കേട്ടു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. എന്തായാലും ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അത് ഓടി വന്ന് കയറിയതിൽ ആദ്യം തന്നെ നന്ദി പറയട്ടെ. ആൻഡ് KHN ഈസ് ഇൻഡറ്റഡ് ടു യു. നേരിട്ട് വരണം, അത് ആദ്യം പറയുകയാണ്. ഇനിയിപ്പോ വിൽ ഹിയർ യു സൂൺ, സമയം കളയാതെ. ഞങ്ങളുടെ വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. സോറി, ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. കുറച്ചല്ല, വളരെയധികം ലേറ്റ് ആയി പോയതിൽ. ഞാൻ ഇന്ന് വെളുപ്പിന് 5 മണിക്കാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് കിടന്നത്. ഇപ്പൊ വീണ്ടും റെഡി ആയിട്ട് പോകണം. ഇന്നും ഉണ്ട് ഷൂട്ട്. അപ്പോ എന്തായാലും എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ആദ്യം തന്നെ. എന്തായാലും വളരെ സന്തോഷം ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത് നിങ്ങളോടൊപ്പം. പിന്നെ എന്താണ്, ഇപ്പത്തെ ഡാൻസ് കണ്ടു, വളരെ നന്നായിട്ടുണ്ട്. ഇവരെ മധുവിന് പാടാൻ പറ്റുന്ന ഒരു സമയമാണോന്ന് അറിയില്ല. ഞങ്ങളുടെ വിഷു സെലിബ്രേഷൻ ആണ്. അപ്പോ 2 വരി വിഷുപ്പാട്ട് മധു എങ്ങനെ പാടിയാലും ഞങ്ങൾക്ക് മധുവിന് അറിയാം. എന്റെ ശബ്ദം വളരെ അടഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾക്ക് 3 ദിവസത്തെ സത്യത്തിൽ 3 ദിവസത്തെ ഉറക്കക്ഷീണം ഉണ്ട് എനിക്ക്. ഓക്കെ, റെഡി. ഞാൻ പാടിയ ഒരു കൃഷ്ണന്റെ ഭക്തിഗാനം തന്നെ പാടാം.
കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസി. ഒരു മിനിറ്റ്. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. തൃക്കൈയിൽ കരുതുവാൻ നറുവെണ്ണയും, നൽകുവാനൊരു ദിനം അരികിലെത്താം, ഗുരുവായൂരമ്പല നടയിലെത്താം. ഓക്കെ, ഒരു ട്രെയിൻ ഉണ്ട്. അതെ, മധുവിനോട് ഇപ്പൊ പാടാൻ പറയണേ ശരിയല്ല ശരിക്കും. എന്നാലും ആ 4 പ്രോമിസും അത് കീപ്പ് ചെയ്തതാണെന്ന് എനിക്കറിയാം. അപ്പൊ കേച്ചനയുടെ പേര് ആർക്കെങ്കിലും മധുവിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പൊ ചോദിച്ചോണം. ഇത് കേട്ടത് തന്നെ വളരെ വലിയൊരു സന്തോഷമാണ്. ഇത്രയും നേരത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. ഞങ്ങൾക്ക് ആ ഒരു 4 വരി. ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നു. ആർക്കെങ്കിലും സംസാരിക്കണോ? ഓപ്പൺ ഫോറം. അല്ലെങ്കിൽ മധുവിനോട് ഇറങ്ങിക്കോളാൻ പറയേണ്ടി വരും. അല്ല, എനിക്കധികം സമയമില്ല. റെഡിയെ പോവാറായി. മധുവിന് പോവാറായി. എന്തായാലും മധു ഒരു ഓടി വന്നൊന്ന് കേറിയതിന് വളരെ നന്ദി. കാരണം മധു വന്നില്ല, ഈ പൊൻകണി ആവില്ലായിരുന്നു. സോ എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ ഒരിക്കൽ കൂടി. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും ഉണ്ടാവട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി വിഷു ഹാപ്പി വിഷു. താങ്ക് യു സോ മച്ച്. ഹാപ്പി വിഷു. 25 കാണാം. ഞങ്ങൾക്ക് 25 കാണാം കേട്ടോ. ഓപ്പൺ ഇൻവിറ്റേഷൻ ആണ്. താങ്ക് യു. എന്തായാലും ഇപ്പൊ 20 വർഷമായി. എന്തായാലും ഇനി അത് നടക്കുമെന്ന് അറിഞ്ഞൂടാ. അല്ല ദൈവത്തിന്റെ കയ്യില്. നമുക്ക് നോക്കാം. ഓക്കെ. താങ്ക് യു വെരി മച്ച്. ബൈ. വളരെ നന്ദി. അദ്ദേഹം നമ്മളോട് എത്തി, നമ്മളുടെ കൂടെ 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് നമ്മളോടൊപ്പം ചെലവഴിച്ചു. ഒരുപാട് സന്തോഷം. നമ്മുടെ പൊൻകണി നിശ്ചയിച്ച് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പൊൻകണി നല്ലൊരു കണിയായി തന്നെ, നല്ലൊരു വിഷു കൈനീട്ടം തന്നെ നമുക്ക് കിട്ടി. നല്ലൊരു കൃഷ്ണന്റെ ഗാനം അദ്ദേഹം തന്നെ ആലപിച്ച ഭക്തിഗാനം. ഒരുപാട് സന്തോഷം. അതോടുകൂടി എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ഈ ഒരു പൊൻകണി, നമ്മുടെ ഈ ഒരു അഞ്ജലി കർണികാരത്തിന്റെ റിലീസിന്റെയും ഒക്കെ ഈ ഒരു ചടങ്ങ് പൂർണ്ണമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് നമ്മുടെ ഔദ്യോഗികമായ ഒരു നന്ദി പ്രകാശനം ആവശ്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ലോലി ആൻഡ് പോപ്പിലെ കുട്ടികളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇന്ന് ഔദ്യോഗികമായി നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മളോടൊപ്പം നമ്മുടെ സൂര്യയും അതുപോലെ തന്നെ സ്വാതിയും 2 പേർ ചേർന്നാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ ഔദ്യോഗികമായ നന്ദി പ്രകാശനം നടത്തുന്നത്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. താങ്ക് യു അനുപമ ആന്റി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രോഗ്രാംസ് നമ്മൾ എൻജോയ് ചെയ്തോടെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അമേരിക്കൻ മലയാളികളുടെ മനസ്സിൽ കേരള തനിമ നിലനിർത്താൻ പരിശ്രമിക്കുന്ന KHNA പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ളയ്ക്കും വൈസ് പ്രസിഡന്റ് മിസ്റ്റർ സുരേഷ് നായരിനും ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. മലയാളികൾ കൂടെ ഒപ്പം മധുര ഗാനങ്ങൾ സമ്മാനിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട ചീഫ് ഗസ്റ്റ് മധു ബാലകൃഷ്ണൻ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അഞ്ജലി മാഗസിൻ റിലീസ് ചെയ്ത അഖിൽ മാരാർ സാറിനും ഒത്തിരി നന്ദി. അഞ്ജലി കമ്മിറ്റി ചെയർ അനഘ മാഡത്തിനും മറ്റ് കമ്മിറ്റി മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി പറയുന്നുണ്ട് പൊൻകണി 24 കോർഡിനേറ്റർ ഗണേഷ് ഗോപാല പണിക്കർ സാറിനും മറ്റ് ടീം മെമ്പേഴ്സിനും ആണ്. ഇന്നിവിടെ കൂടിച്ചേർന്ന് ഈ പ്രോഗ്രാമിനെ ഒരു വൻ വിജയമാക്കിയ എല്ലാ KHNA ഫാമിലി മെമ്പേഴ്സിനും ഇന്നൊരു 1000 നന്ദി. എല്ലാവർക്കും ഹാപ്പി വിഷു. താങ്ക് യു. ഇതിൽ കൂടുതൽ ഇനി എന്ത് മധുരമാണ് വേണ്ടത്? വളരെ നന്ദി സൂര്യ ആൻഡ് സ്വാതി. വളരെ മനോഹരമായിട്ടുള്ള ഒരു നന്ദി. ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു നന്ദിയും എനിക്ക് തോന്നുന്നു നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടുണ്ടാവില്ല. വളരെ സന്തോഷം. വളരെ നന്ദി എല്ലാവരോടും. വീണ്ടും നമ്മുടെ
ഔദ്യോഗികമായി നമ്മളോടൊപ്പം ചേർന്ന എല്ലാവരോടും തന്നെ ഏറെ നന്ദിയും സ്നേഹവും പ്രകാശിപ്പിക്കുകയാണ്. നിഷ ചേച്ചിയോടും മധുജയെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ സമയം മുഴുവനും നിഷ ചേച്ചി ഫോണിൽ തന്നെ ആയിരുന്നു. അവസാന നിമിഷമാണെങ്കിൽ കൂടിയും നമ്മുടെ കൂടെ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് അത്രയും എന്താ പറയാ വളരെ ബുദ്ധിമുട്ടി തന്നെ നമുക്ക് വേണ്ടിയിട്ട് അത് കൊണ്ടുവന്ന് തന്നു. എല്ലാ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി KHNAയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇനിയും നമുക്ക് മറ്റൊരു പ്രോഗ്രാമിലൂടെ കാണാം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിശ്വാസങ്ങൾ. നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും ഇൻ പേഴ്സൺ വിഷു നടക്കുന്നുണ്ട്. അപ്പം ഇതൊരു ഫോർറണ്ണർ മാത്രമാണ്. ശരിക്കുള്ള അടിപൊളി ആഘോഷങ്ങളൊക്കെ KHNAയുടെ പേരിലും മറ്റു ലോക്കൽ ഓർഗനൈസേഷൻസിന്റെ പേരിലും ഒക്കെ നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് സദ്യ സഹിതം നടക്കും എന്നറിയാം. ബട്ട് ദിസ് വാസ് മോർ ലൈക്ക് നമുക്ക് എല്ലാവർക്കും വന്ന് മോർ ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ മക്കൾക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം ഇവന്റ്സിന്റെ എല്ലാം ഒരു തീം ഇപ്പൊ വന്നിരിക്കണം. ഈ ലോലിപോപ്പിലെ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇറ്റ്സ് ബിക്കം മോർ ലൈക്ക് അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് കർണികാരം അനഘ പ്രോമിസ് ചെയ്ത പോലെ വിഷുവിന്റെ ദിവസം അനഘ എല്ലാവരുടെയും കൈകളിൽ എത്തിക്കും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. പിന്നെ നമുക്കിതുപോലെ മധുവിനെയും ഇവരെയൊക്കെ ഇൻ പേഴ്സൺ കാണാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഇനിയും പുതിയ പുതിയ നല്ല നല്ല ഗസ്റ്റുകളെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. പ്ലീസ് ജോയിൻ ഇൻ KHNAയുടെ പരിപാടികളെ പാർട്ടിസിപ്പേഷൻ കൊണ്ട് സമ്പന്നമാക്കണമെന്നുള്ള റിക്വസ്റ്റോടെ നന്ദി, നമസ്കാരം. ഹാപ്പി വിഷു എവരിബഡി. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. Happy Vishu. Happy Vishu to all KHNA members.